ഈ കഥ തുടങ്ങുമ്പോൾ ഒരു ട്രെയിൻ പോകുന്നതാണ് കാണിക്കുന്നത്. അതിനകത്താണ് നമ്മുടെ റോബർട്ട് ഇരിക്കുന്നത്. ഇയാളുടെ യഥാർത്ഥ പേര് റോബർട്ട് മക്കാൽ എന്നാണ്. ഈ സിനിമയിൽ ഇദ്ദേഹത്തിന്റെ കുറെ ഫ്രണ്ട്സിനൊക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും ഇയാളെ വിളിക്കുന്നത് മാക് എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇദ്ദേഹത്തിന് മാക് എന്ന് വിളിക്കാം. പുള്ളി ഇപ്പോൾ ആ ട്രെയിനിന്റെ അകത്തിരിക്കുകയാണ്. ആർക്കോ ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇന്നത്തെ യാത്ര നടത്തുന്നത്. കുറച്ച് സമയമായിട്ട് പുള്ളി അയാളെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അയാൾ ഇപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ആ ട്രെയിനിന്റെ അകത്തെ ബാറിലേക്ക് പോയിട്ടുണ്ട്. അത് കാണുന്ന മാക് ആണെങ്കിൽ അയാളുടെ പുറകെ പോവാണ്. അങ്ങനെ ആ ബാറിൽ വെച്ചിട്ട് പുള്ളി അയാളെ പരിചയപ്പെടാണ്. ആ സംസാരത്തിനിടയിലാണ് അയാൾ അദ്ദേഹത്തിന്റെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണോ തുർക്കിയിലേക്ക് പോകുന്നത്? എന്താണ് കാര്യം? വല്ല ജോലിക്കാണോ അതോ ആരെങ്കിലും അന്വേഷിച്ചിട്ട് പോവാണോ എന്നൊക്കെയാണ് അയാൾ ഇങ്ങനെ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അതെ, ഞാൻ ഒരാളെ അന്വേഷിച്ചു പോവാണ്. അത് സ്വന്തം മകളെ തട്ടിക്കൊണ്ടുപോയ ഒരാളെയാണ്. അതും അമേരിക്കയിലുള്ള അവളുടെ അമ്മയുടെ അടുത്ത് നിന്നും. അവനൊരു വൃത്തികെട്ടവനാണ്. മകളോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല അവളെ തട്ടിക്കൊണ്ടുപോയത്. അത് അയാളുടെ എക്സ് വൈഫിന് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവന് കുഞ്ഞിനെ തിരിച്ചു കൊടുക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല. ആ അമ്മയുടെ കാര്യമാണെങ്കിൽ അവളെ സംബന്ധിച്ചിട്ട് ആ കുഞ്ഞെന്ന് പറയുന്ന അവളുടെ എല്ലാമാണ്. അങ്ങനെയുള്ള ഒരു കുഞ്ഞിനെയാണ് അയാൾ അവളിൽ നിന്ന് അകറ്റിയത്. ഉറപ്പായിട്ടും അവനെ ഞാൻ കണ്ടുപിടിക്കും എന്നൊക്കെയാണ് മാക് പറയുന്നത്. ഈ മാക്കിന്റെ മുന്നിലിരിക്കുന്ന ആളെ കുറിച്ച് തന്നെയാണ് അയാൾ പറയുന്നത് എന്ന കാര്യം അവനും മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് കാര്യം പറയാണ്. അത് കേട്ട ഉടനെ തന്നെ അവന്റെ ഫ്രണ്ട്സൊക്കെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് നേരെ മാക്കിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. എന്നാൽ മാക്കിന്റെ സ്വഭാവം അറിയാലോ, സെക്കൻഡുകൾ കൊണ്ടാണ് അയാൾ അവന്റെ ഫ്രണ്ട്സിന്റെ പണി മൊത്തം തീർത്തത്. അങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ തീർത്തതിന് ശേഷം മാക് നേരെ അയാളുടെ അടുത്തേക്കാണ് പോകുന്നത്. അതിനുശേഷം അയാളുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. നമ്മളെ മനുഷ്യരെ സംബന്ധിച്ചിട്ട് രണ്ട് തരത്തിലുള്ള വേദനയാണുള്ളത്. ഒന്ന് മുറിവേൽക്കുമ്പോഴുള്ള വേദന, രണ്ടാമത്തേത് നമ്മൾ ചെയ്തതൊക്കെ തെറ്റാണെന്ന് തിരിച്ചറിയുമ്പോഴുള്ള വേദന. ഞാനിപ്പം നിനക്ക് ഇതിലേത് വേദന വേണമെങ്കിലും തരാൻ തയ്യാറാണ്. അത് ഏതാണ് വേണ്ടതെന്ന് നിനക്ക് തിരഞ്ഞെടുക്കാം എന്നാണ് മാക് പറയുന്നത്. അത് കേട്ട് അയാളാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പോലീസുകാർ വിവരം അറിയിച്ചതിനെ തുറന്നിട്ടാണ് ആ കുഞ്ഞിന്റെ അമ്മ അങ്ങോട്ട് ചെല്ലുന്നത്. കുഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ആരാണ് ആ കുഞ്ഞിനെ അങ്ങോട്ട് എത്തിച്ചത് എന്ന കാര്യമൊന്നും പോലീസുകാർക്ക് അറിയത്തില്ല. അങ്ങനെ വളരെ സന്തോഷത്തോടെ ആ സ്ത്രീ വേഗം നിന്നിട്ട് അവളുടെ കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ സാധാരണ പോലെ തന്നെ മാക്കിന്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവനൊരു ടാക്സി ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇവനൊരു സ്ഥിരം കസ്റ്റമർ ഉണ്ട്. ഇയാളുടെ പേര് സാം എന്നാണ്. ഇന്നത്തെ ദിവസം മാക് ഇപ്പൊ പുള്ളിനെ പിക്ക് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഈ സാം എന്ന് പറയുന്നത് നല്ല പ്രായമുള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെ സാമിനെ പോകേണ്ട സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തതിനു ശേഷം മാക് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഈ മാക്കിന്റെ സ്വഭാവം അറിയാലോ, ഇയാളുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് വളരെ സീക്രട്ട് ആയിട്ട് ആൾക്കാർക്ക് സഹായം ചെയ്തു കൊടുത്തിട്ടാണ്. ഇയാൾ ഈ ടാക്സി ഡ്രൈവറായിട്ട് ഒരു ജോലി തെരഞ്ഞെടുക്കാനുള്ള കാരണവും അതുകൊണ്ട് തന്നെയാണ്. കാരണം ആൾക്കാരെ ടാക്സിയിൽ കയറി കഴിഞ്ഞാൽ അവർ ഫോണിലൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ മാക്കിന് അറിയാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ രഹസ്യമായിട്ട് മാക്കിന് അവരെ സഹായിക്കാനും പറ്റും. അങ്ങനെ തന്നെ ടാക്സിയിൽ കയറുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അയാൾ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി താമസിക്കുന്ന ഫ്ളാറ്റിന്റെ താഴെയായിട്ട് ഫാത്തിമ എന്ന് പറയുന്ന ഒരു ലേഡിയുണ്ട്. ആ ഫ്ളാറ്റിന്റെ കീഴെ അവർ ചെറിയ രീതിയിലുള്ള കൃഷിയും ചെയ്യുന്നുണ്ട്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ മാക്. അതുകൊണ്ട് തന്നെ ആരെ കണ്ടാലും ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ടാണ് അയാൾ അവിടെ നിന്ന് കടന്നു പോവുക. നമ്മൾ കഴിഞ്ഞ സിനിമയിൽ പറഞ്ഞാണ് ഇയാൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഇയാളുടെ ഭാര്യയാണ്. വിവിയൻ എന്നാണ് ഇയാളുടെ ഭാര്യയുടെ പേര്. ഭാര്യ കൊടുത്തൊരു റിംഗ് അയാളുടെ കയ്യിലുണ്ട്. എല്ലാ ദിവസവും ആ റിംഗിൽ അയാൾ ഒരു കിസ് കൊടുക്കാറുണ്ട്. ഇനി കാണിക്കുന്നത് ബെൽജിയത്തിലെ ബ്രസൽസ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഒരാളിപ്പം ജോലി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ പുള്ളി അകത്തേക്ക് കയറുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന ഒരു കാര്യം കാണുന്നത്. അയാളുടെ ഭാര്യ അവിടുത്തെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ്. എന്നാൽ അവളുടെ മൂക്കുന്നൊക്കെ ചോര വരുന്നുണ്ട്. ഈ സമയത്താണ് ആ ലേഡിയെ ഉപദ്രവിച്ച ആൾക്കാരൊക്കെ കണ്ടുവരുന്നത്. അവര് 3 പേരുണ്ടായിരുന്നു. വന്ന ഉടനെ തന്നെ അവർ അയാളുടെ ഭാര്യയെ വെടിവെച്ച് കൊല്ലാണ്. അതിനുശേഷം അയാൾ അവിടുത്തെ ചെയറിൽ പിടിച്ചിരുത്തിയിട്ട് ആ തോക്കെടുത്തിട്ട് അയാളുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നു. ഇതൊരു കൊട്ടേഷൻ ടീമാണ്. ആരോ ഇയാളെ കൊല്ലണം എന്ന് പറഞ്ഞു. അതിനെ തുടർന്നാണ് അവരിപ്പോ ആ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ തോക്ക് വെച്ചിട്ട് അവർ അയാളെയും കൊന്നുകളയാണ്. ഇനി കാണിക്കുന്നത് റോബർട്ടിനെയാണ്. ഒരു ടീം വിളിച്ചതിനെ തുറന്നിട്ട് അയാൾ ഇപ്പോൾ ഒരു ഹോട്ടലിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ എത്തിക്കഴിയുമ്പോൾ ഒരു പെണ്ണിനെ പിടിച്ചിട്ട് ആ കാറിനകത്തേക്ക് കയറ്റുന്നുണ്ട്. അവളാണെങ്കിൽ തീരെ വയ്യാണ്ടെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ആ പെണ്ണിനെ കാറിനകത്തേക്ക് കയറ്റിയതിനു ശേഷം ഇവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് ഒന്ന് എത്തിച്ചേക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഉടനെ തന്നെ മാക് അവളെയും കൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങി. ഈ സമയം അയാൾ അവളെ ശ്രദ്ധിക്കുന്നുണ്ട്. അവളെ കണ്ടാൽ തന്നെ അറിയാം അമ്മാർ അവളെ ശരിക്കും ഉപദ്രവിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അയാൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യാണ്. അതിനുശേഷം നേരെ ആ ഹോട്ടലിലേക്ക് തന്നെയാണ് അയാൾ തിരിച്ചു പോകുന്നത്. അങ്ങനെ അയാൾ ആ ഹോട്ടൽ റൂമിലെ വാതിൽ മുട്ടുമ്പോൾ വേറൊരുത്തരാണ് വന്ന് വാതിൽ ഓർക്കുന്നത്. ഈ സമയം മാക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചു മുമ്പ് നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനെ കാറിൽ കയറ്റിയിട്ട് അവളുടെ വീട്ടിൽ കൊണ്ടുവിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വീട്ടിലെത്തിച്ചതിന് ശേഷം അവൾ എനിക്കൊരു കാർഡാണ് തന്നത്, അത് വർക്കാവുന്നില്ല എന്നാണ് മാക് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവൾ എന്റെ ഗേൾ ഫ്രണ്ട് ഒന്നുമല്ല, അവൾ ഇന്ന് ഇവിടെ ജോലിക്ക് വന്നവളാണ്, പൈസ ഞാൻ തരാമെന്നും പറഞ്ഞിട്ട് അവരെ കാർഡ് എടുത്തിട്ട് മാക്കിന് കൊടുക്കുകയാണ്. അങ്ങനെ ആ കാർഡ് മേടിച്ചതിന് ശേഷം മാക് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് അവളുടെ കാര്യമൊന്നും അറിയണ്ടേ? ഞാൻ അവളെ വീട്ടിലേക്കല്ല കൊണ്ടുപോയത്, അവളെ ഞാൻ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. അവരിപ്പോ അവളുടെ വയറ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവളുടെ പേരെന്താണെന്ന് നിങ്ങൾക്ക് അറിയോ എന്നൊക്കെയാണ് മാക് ചോദിക്കുന്നത്. എന്നാൽ അത് കേട്ടിട്ട് അവനാണെങ്കിൽ ഒന്നും പറയുന്നില്ല. ഈ സമയം അവന്റെ കുറച്ച് ഫ്രണ്ട്സും അവിടെ ഇരിക്കുന്നുണ്ട്. അവരെല്ലാവരും മാക്കിനെ തന്നെയാണ് തുറച്ചു നോക്കുന്നത്. ഈ സമയം മാക് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ഞാൻ സാധാരണ എല്ലാവർക്കും
എല്ലാവർക്കും തെറ്റിദ്ധരുത്താൻ ഒരു അവസരം കൊടുക്കുന്നതാണ്. പക്ഷെ ഇന്നത്തെ ദിവസം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. എനിക്കറിയാം നിങ്ങൾ ആ പെൺകുട്ടിയെ നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന്. മാത്രമല്ല നിങ്ങൾ ഉപദ്രവിക്കുന്നൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ അവളുടെ വീഡിയോസ് ഒക്കെ എടുത്ത ക്യാമറകളും ഫോണൊക്കെ ഇങ്ങോട്ട് തന്നേക്ക് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. എന്നാൽ അയാൾ അത് പറയുമ്പോൾ അവന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അവൻ വേഗം തന്നെ ചെന്നിട്ട് അവിടുത്തെ ഡോറ് ലോക്ക് ചെയ്യാണ്. എന്നാൽ മാക്ക് ആണെങ്കിൽ ഇടിക്കാൻ ഒരു അവസരം നോക്കി നിൽക്കുകയായിരുന്നു. അങ്ങനെ സെക്കൻഡുകൾ കൊണ്ട് തന്നെ അയാൾ അവന്മാരെ എല്ലാം ഇടിച്ചു വീഴ്ത്താണ്. അങ്ങനെ അവിടെയുള്ളവന്മാരൊക്കെ ഇടിച്ചിടുമെങ്കിലും ആ ലേഡിയെ കാറിലേക്ക് കയറ്റി ഒരുത്തനുണ്ടല്ലോ, മാക്ക് അവനെ ഇടിച്ചു വീഴ്ത്തിയിട്ടില്ല. അയാൾ അവന്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ പോലീസിനെ വിളിച്ചിട്ട് ഇവിടെ എന്താണോ സംഭവിച്ചത് ആ കാര്യങ്ങളൊക്കെ പറയണം എന്ന് പറഞ്ഞിട്ട് അയാൾ അവന്റെ വിരലുകൾ ഒടിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ പരിപാടിയൊക്കെ തീർത്തതിന് ശേഷം മാക്ക് വീട്ടിലെത്തി കഴിയുമ്പോൾ അവൻ ഇന്നൊരു വിസിറ്റർ ഉണ്ടായിരുന്നു. അത് അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായ സൂസനാണ്. ഈ സൂസനെ നമ്മൾ കഴിഞ്ഞ സിനിമയിൽ കണ്ടതാണ്. ഇവന്റെ കൂടെ പണ്ട് ജോലി ചെയ്തവളാണ് ഈ സൂസൻ. അങ്ങനെ അവരവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവർക്ക് പോകാനുള്ള സമയമായി. അവർ പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോഴാണ് സൂസൻ അവന്റെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത്. എനിക്കറിയാം നിന്റെ വൈഫിനെ കുറിച്ച് ഓർത്തിട്ട് നിനക്ക് നല്ല സങ്കടം ഉണ്ടെന്ന്. നീ എന്തിനാണ് ഇങ്ങനെ വാടകയ്ക്ക് താമസിക്കുന്നത്? നീയും നിന്റെ ഭാര്യയും താമസിച്ചൊരു വീട് നിനക്കുണ്ടല്ലോ, നിനക്ക് അങ്ങോട്ട് പോയിക്കൂടെ? ഒരുപക്ഷെ അവളും അത് തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നത് എന്നൊക്കെയാണ് സൂസൻ പറയുന്നത്. എന്നാൽ മാക്ക് ആണെങ്കിൽ അതിനൊരു മറുപടി പറയുന്നില്ല. അവൻ അവള് പറഞ്ഞ ആ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം നമുക്ക് പിന്നെ കാണാമെന്നും പറഞ്ഞിട്ട് സൂസൻ ഒരു ടാക്സി വിളിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഒരു ദിവസം മാക്ക് ജോലിക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു കാര്യം കാണുന്നത്. ആ ഫാത്തിമയുടെ ആ കൃഷിത്തോട്ടം ഉണ്ടല്ലോ, അതൊക്കെ ആരോ നശിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല അവിടുത്തെ ഫ്ളാറ്റിന്റെ ചുമരില് പെയിന്റ് വെച്ചിട്ട് എന്തൊക്കെയോ കുത്തി വരച്ചിട്ടുണ്ട്. ഈ സമയം മാക്ക് ആണെങ്കിൽ അവിടെ വരച്ചു വെച്ചിരിക്കുന്ന ആ പെയിന്റ് ഒക്കെ മായ്ക്കാൻ തുടങ്ങി. ഇതും കണ്ടുകൊണ്ടാണ് ആ ഫ്ളാറ്റിൽ തന്നെ താമസിക്കുന്ന മൈൽസ് എന്ന് പറഞ്ഞൊരു പയ്യൻ അങ്ങോട്ട് വരുന്നത്. ഇവനൊരു പെയിന്ററും കൂടെയാണ്. അവൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഈ പണിയൊന്നും ചെയ്യേണ്ടത് നിങ്ങളല്ല, ഇവിടുത്തെ ഫ്ളാറ്റിന്റെ ഓണേഴ്സ് ഉണ്ട്, അവരാളെ വെച്ച് ചെയ്യിച്ചോളും, നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് പോകാൻ നോക്ക് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ നീ പറഞ്ഞ പോലെ തന്നെ ഞാനും ചിന്തിച്ചതാണ്. പക്ഷെ ഈ ഫ്ളാറ്റിലുള്ള ആൾക്കാർ മൊത്തം ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പണി ആരും ചെയ്യാൻ പോകുന്നില്ല, ഇതിങ്ങനെ വൃത്തികേടായിട്ട് തന്നെ കിടക്കും എന്നാണ് മാക്ക് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിക്കുന്നു പറഞ്ഞിട്ട് മൈൽസ് അവിടെ നിന്ന് പോവാണ്. എന്നാൽ അവൻ കുറച്ച് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ മാക്ക് ആണെങ്കിൽ ഇപ്പോഴും ആ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ ജോലി ഞാൻ ഏറ്റെടുക്കാം. എനിക്ക് ഈ പെയിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ആണ്. നിങ്ങൾ കുറച്ച് കാശ് എനിക്ക് തരികയാണെന്നുണ്ടെങ്കിൽ ഈ പണി ഞാൻ ചെയ്തോളാം എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഓക്കെ, ഈ ജോലി ഞാൻ നിനക്ക് തരാം, പക്ഷെ നീ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കല്ലേ, അതുകൊണ്ട് സ്കൂൾ ടൈം ഒക്കെ കഴിഞ്ഞിട്ട് ഇത് ചെയ്യാവൂ എന്നാണ് മാക്ക് പറയുന്നത്. അവനാണെങ്കിൽ ഇത് സമ്മതിക്കുകയും ചെയ്യുന്നു. ഈ മൈൽസ് എന്ന് പറയുന്ന പയ്യൻ നല്ല ബുദ്ധിമുട്ടിയിട്ടാണ് ജീവിക്കുന്നത്. അവന്റെ അമ്മയ്ക്ക് ഇവൻ മാത്രമേ ഉള്ളൂ. ഇവനൊരു ചേട്ടനുണ്ടായിരുന്നു, ഒരു ജിം ട്രെയിനറൊക്കെ ആയിരുന്നു അവൻ. അവന്റെ ജിം ബാഗ് അടിച്ചു മാറ്റാൻ വേണ്ടി ചില ആളുകളൊക്കെ ചേർന്നിട്ട് അവന്റെ ചേട്ടനെ കൊന്നു കളഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവൻ ഒറ്റയ്ക്കാണ് ഇവന്റെ അമ്മയെ ഇപ്പൊ നോക്കുന്നത്. അതുകൊണ്ട് ഈ പെയിന്റിംഗ് പണി എവിടെ കിട്ടിക്കഴിഞ്ഞാലും ഒന്നും നോക്കാതെ അവൻ ആ ജോലി ഏറ്റെടുക്കാറുണ്ട്. ഇതേ സമയം സൂസൻ ആണെന്നുണ്ടെങ്കിൽ അവളുടെ ടീമുമായിട്ട് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ആദ്യം ഇരിക്കുന്ന വ്യക്തിയുടെ പേര് ഡേവ് എന്നാണ്. അവരിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ബ്രസൽസിൽ നടന്ന ആ ഇരട്ട കൊലപാതകത്തെ കുറിച്ചിട്ടാണ്. അതിൽ മരിച്ച ആ പെണ്ണിന്റെ ഹസ്ബൻഡിന്റെ പേര് കാൾബർട്ട് എന്നാണ്. ഈ കാൾബർട്ട് എന്ന് പറയുന്നതും പണ്ട് ഇവരുടെ ഏജൻസിയിൽ ജോലി ചെയ്ത ആളാണ്. അയാളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതാരാണ് ചെയ്തത് എന്നതിനെ കുറിച്ചിട്ട് ഒരു തുമ്പും പോലീസിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ടീം തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. മാക്ക് ഇപ്പോ അവന്റെ കസ്റ്റമറായ സാമിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാം ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് 9 വയസ്സുള്ളപ്പോഴാണ് രാജ്യത്തൊരു യുദ്ധം നടന്നത്. അതിനെ തുടർന്ന് അവന്റെ ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ വേറെ വേറെ ക്യാമ്പിലായിരുന്നു ജീവിച്ചത്. ഇയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇയാളുടെ സിസ്റ്ററാണ്, മാഗ്ഡ എന്നാണ് അവളുടെ പേര്. അന്ന് പിരിഞ്ഞതിന് ശേഷം അവർ തമ്മിൽ പരസ്പരം കണ്ടിട്ടില്ല. ഇത്രയും പ്രായമായതുകൊണ്ട് തന്നെ അവൾ മരിച്ചു പോയിട്ടുണ്ടാവും എന്നാണ് അയാൾ വിശ്വസിക്കുന്നത്. അവളുടെ 12ാമത്തെ വയസ്സിൽ ഇവരുടെ അങ്കിൾ അവളുടെ ഒരു ചിത്രം വരപ്പിച്ചിട്ടുണ്ടായിരുന്നു. 60 വർഷങ്ങൾക്ക് ശേഷം ആ ചിത്രം ഇപ്പൊ മറ്റൊരാളുടെ കയ്യിൽ കിട്ടിയിട്ട് അയാൾ അത് ലേലത്തിൽ വെച്ചു. $12 മില്യൺ ആ ചിത്രത്തിന് അയാൾക്ക് കിട്ടിയത്. പക്ഷെ അത് സാമിന്റെ ചിത്രമാണല്ലോ, അത് തന്റെ സിസ്റ്ററുടെ പെയിന്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഒരു കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്ര കാലമായിട്ടും ആ കേസിന് ഒരു തീർപ്പും ഉണ്ടായിട്ടില്ല. ഇതുവരെ തെളിവൊന്നും ഇല്ലാത്തതിന്റെ പേരിലാണ് ആ കേസ് ഇവർ വിജയിക്കാതിരുന്നത്. എന്നാൽ ഇപ്പൊ സാമിന് ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട്. അതായത് അയാളുടെ സിസ്റ്ററുടെ മറ്റൊരു ഫോട്ടോ അയാൾക്കിപ്പോ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് കോടതിയിൽ ഒന്ന് വാദിച്ചു നോക്കട്ടെ എന്നൊക്കെയാണ് അയാൾ ഇപ്പൊ മാക്കിന്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ സമയം രാത്രി. സൂസനും അവളുടെ ഹസ്ബൻഡും ഇപ്പൊ മാക്കിനെ കാണാൻ വന്നിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം അവർ ഒരുമിച്ചാണ് ഡിന്നറൊക്കെ കഴിച്ചത്. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ കൊലപാതകത്തെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നാളെ രാവിലെ തന്നെ ബ്രസൽസിലേക്ക് പോവാണ്, നമുക്ക് പിന്നീട് ഒരു ദിവസം കാണാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സൂസൻ ഇപ്പോ ആ കൊലപാതകം നടന്ന വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അവളുടെ കൂടെ ആ ഡേവും വന്നിട്ടുണ്ട്. അവരവിടുത്തെ തെളിവുകളൊക്കെ ശേഖരിക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ സമയം അവിടേക്ക് സെർച്ച് ചെയ്യുമ്പോൾ സൂസൻ എന്തൊക്കെയോ ഡൗട്ടൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അവളുടെ ആ സംശയത്തെ കുറിച്ചിട്ട് അവൾ ഡേവിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നില്ല. അങ്ങനെ കുറച്ച് സമയം കൂടെ അവിടെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അവരവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ സാം ആണെങ്കിൽ മാക്കിന്റെ കൂടെ അവന്റെ കാറിലിരിക്കുകയാണ്. അയാൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോടതിയിൽ ആ തെളിവുമായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു.
പക്ഷെ അയാൾ എങ്ങനെയൊക്കെ വാദിച്ചിട്ടും അത് അയാളുടെ സിസ്റ്ററുടെ പെയിന്റിംഗ് അല്ല എന്ന് തന്നെയാണ് ജഡ്ജ് പറഞ്ഞത്. ആ ഒരു വിഷമത്തെ കുറിച്ചിട്ടാണ് സാം ഇപ്പൊ മാക്കിന്റെ അടുത്ത് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ നോക്ക് സാം, അത് വളരെ റെയർ ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ്, അതുകൊണ്ടായിരിക്കും കോടതി ഇത്രയ്ക്കും കടുംപിടുത്തം പഠിക്കുന്നത്. എന്തായാലും നമുക്ക് ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് മാക്ക് അയാളെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ മാക്ക് സാമിന്റെ ആ പെയിന്റിങ്ങിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സൂസന്റെ അടുത്താണ് പറഞ്ഞത്. അവൾ ഇപ്പോഴും ആ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ബ്രസൽസിലാണ്. അവളുടെ കൂടെ ആ ഡേവും ഉണ്ട്. ഇപ്പൊ മാക്ക് അവളെ വിളിക്കുമ്പോൾ അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ ആ പെയിന്റിങ്ങിനെ കുറിച്ചൊക്കെ ഞാൻ അന്വേഷിച്ചു. പെയിന്റിംഗ് അല്ലാതെ മറ്റൊരു കാര്യം കൂടെ എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അത് നിനക്കൊരു സർപ്രൈസ് ആവട്ടെ, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിനക്ക് മെസ്സേജ് അയക്കാം എന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ അവളും ഡേവും കൂടെ അവരുടെ റൂമിലേക്ക് പോകാൻ വേണ്ടി ലിഫ്റ്റ് കയറാൻ തുടങ്ങുകയാണ്. വേറെയും കുറെ ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ 2 ബാക്ക് പാക്കേഴ്സും ഉണ്ടായിരുന്നു. അവന്മാരാണ് ആദ്യം ആ ലിഫ്റ്റിന്റെ അകത്തേക്ക് കയറുന്നത്. അങ്ങനെ എല്ലാവരും ലിഫ്റ്റ് കയറിയിട്ട് ലിഫ്റ്റ് മുകളിലേക്ക് പോകാൻ തുടങ്ങി. ഈ ഡേവിന്റെയും സൂസന്റെയും റൂമുകൾ 2 ഫ്ലോറിലായിട്ടാണ്. ഇപ്പൊ സൂസൻ ഇറങ്ങേണ്ട അതേ ഫ്ലോറിലേക്ക് തന്നെയാണ് ആ ബാക്ക് പാക്കേഴ്സും ഇറങ്ങുന്നത്. അവരാണ് ആദ്യം ഇറങ്ങി പോകുന്നത്. അങ്ങനെ സൂസൻ അവളുടെ റൂമിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് ആ ബാക്ക് പാക്കേഴ്സ് അങ്ങോട്ട് വന്നിട്ട് അവളെ അറ്റാക്ക് ചെയ്യുന്നത്. എന്നാൽ അവളാണെങ്കിൽ നല്ല ട്രെയിനിങ് കിട്ടിയ ഒരു ഓഫീസറാണ്. അതുകൊണ്ട് തന്നെ അവളും തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സമയം ഈ ഫൈറ്റ് കാണിക്കുന്നുണ്ട്. എന്നാൽ അധികം നേരം പിടിച്ചു നിൽക്കാൻ അവളെ കൊണ്ട് സാധിക്കുന്നില്ല. ആ ബാക്ക് പാക്കേഴ്സ് ഉടനെ തന്നെ അവളെ കൊന്നുകളയാണ്. ഈ സമയം മാക്ക് ആണെങ്കിൽ അവന്റെ ഫ്ളാറ്റിന്റെ പുറത്താണ് ഇരിക്കുന്നത്. ആ മൈൽസ് ഇപ്പോൾ അവിടെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മാക്ക്. ഈ സമയത്താണ് സൂസന്റെ ഹസ്ബൻഡായ ബ്രയാൻ അവനെ വിളിക്കുന്നത്. സൂസൻ മരിച്ച കാര്യമാണ് അയാൾ ഇപ്പോൾ അവന്റെ അടുത്ത് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ മാക്കിന് ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. അവൻ വളരെ സങ്കടത്തോടെ അവന്റെ റൂമിലേക്ക് കയറി പോവാണ്. അങ്ങനെ അടുത്ത ഫ്ലൈറ്റിന് തന്നെ അവൻ ആ കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് എത്തി. പക്ഷെ ഈ ഒരു സമയത്ത് അവൻ അവളുടെ ബോഡി കാണാൻ പോകുന്നില്ല. കുറെ സമയം അവൻ അവിടെയുള്ള ഒരു പടിയിലിരിക്കുകയാണ്. അങ്ങനെ അവിടുത്തെ ആളുകളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് മാക്ക് സൂസന്റെ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. എന്നിട്ട് ആ മരണത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാൻ തുടങ്ങി. അവളുടെ ഹസ്ബൻഡ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോലീസുകാർ പറയുന്നത് ഇതൊരു മോഷണ ശ്രമത്തിന്റെ ഇടയിൽ നടന്ന കൊലപാതകമാണെന്നാണ്. പക്ഷെ നിനക്ക് സൂസനെ നന്നായിട്ട് അറിയാലോ, അവൾ ആഭരണങ്ങളൊന്നും ധരിക്കാറില്ല. പിന്നെ എന്താണ് അവർ മോഷ്ടിക്കാൻ ശ്രമിച്ചത് എന്നൊക്കെയാണ് സൂസന്റെ ഹസ്ബൻഡ് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ, അല്ല സൂസന്റെ ഏജൻസി ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കുന്നില്ലേ, അവരെന്താണ് പറഞ്ഞത് എന്നാണ് മാക്ക് ചോദിക്കുന്നത്. അവര് പറഞ്ഞത് ഇതിനെക്കുറിച്ചൊരു തുമ്പുണ്ടാക്കാൻ അവരെ കൊണ്ടാവുന്നത് ചെയ്യാമെന്നാണ്. അവരിപ്പം ഇന്റർപോളുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഈ കൊലപാതകം ചെയ്ത ആളെ കണ്ടുപിടിക്കും എന്നൊക്കെയാണ് അവരുടെ അടുത്ത് പറഞ്ഞത്. എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവളുടെ ഹസ്ബൻഡ് പറയുന്നത്. ഇയാളുടെ പേര് ബ്രയാൻ എന്നാണ്. അങ്ങനെ അന്ന് രാത്രിയായപ്പോൾ മാക്ക് ആണെങ്കിൽ അവളുടെ ഫോണാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ മുഴുവൻ ഡാറ്റാസും അവന്റെ കമ്പ്യൂട്ടറിലേക്ക് മാറ്റിയിട്ട് അവൻ വിശദമായിട്ട് തന്നെ അതിലെന്തെങ്കിലും തെളിവുകളുണ്ടോ എന്നൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഇതേ സമയം തന്നെ ആ കൊലപാതകം നടത്തിയ ബാക്ക് പാക്കേഴ്സ് ആണെങ്കിൽ അവരുടെ റൂമിലിരിക്കുകയാണ്. നല്ല രീതിയിൽ അവന്മാര് ഡ്രഗ്സ് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടിനും ഒരു ബോധവുമില്ല. പെട്ടെന്നാണ് ആ റൂമിൽ വെച്ചിരുന്ന ഒരു സ്പീക്കർ പൊട്ടിത്തെറിക്കുന്നത്. വളരെ വലിയൊരു എക്സ്പ്ലോഷൻ ആയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ റൂം മൊത്തത്തിൽ പൊട്ടിത്തെറിച്ചു പോവാണ്. ഈ സമയം ആ ഫ്ളാറ്റിന് താഴെയായിട്ട് വേറൊരുത്തൻ നിൽക്കുന്നുണ്ട്. അവനാണ് ആ ബാക്ക് പാക്കേഴ്സിന് പണി കൊടുത്തിരിക്കുന്നത്. ഈ ടീം തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട ആ കാൾബർട്ടിനെ അയാളുടെ ഭാര്യയും കൊന്നു കളഞ്ഞത്. അങ്ങനെ ആ ബാക്ക് പാക്കേഴ്സിന്റെ പണി തീർത്തതിന് ശേഷം അവരവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇതേ സമയം മാക്ക് ആണെങ്കിൽ സൂസന്റെ മരണത്തെ കുറിച്ചിട്ട് പോലീസുകാർ കണ്ടെടുത്ത തെളിവുകളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആ ഹോട്ടലിലെ CCTV ഫുട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ വിശദമായിട്ട് തന്നെ അവൻ അതൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അവൻ കുറെ സമയം നോക്കുന്നത് ആ ലിഫ്റ്റിനകത്തുള്ള വീഡിയോസ് ആണ്. അതിൽ ആൾക്കാർ കയറുന്നതും ഇറങ്ങുന്നതൊക്കെ കുറെ നേരം അവനിങ്ങനെ റിപ്പീറ്റ് അടിച്ച് കാണുന്നുണ്ട്. മാത്രമല്ല അതിൽ നിന്നും അവൻ എന്തൊക്കെയോ സംശയവും തോന്നുന്നുണ്ട്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡേവിനെ കാണാൻ വേണ്ടിയിട്ടാണ് അവനങ്ങോട്ട് ചെന്നിരിക്കുന്നത്. ഒരു പാർക്കിൽ വെച്ചിട്ടാണ് അവരിപ്പോൾ മീറ്റ് ചെയ്യുന്നത്. പെട്ടെന്ന് മാക്ക് അങ്ങോട്ട് വന്ന് കാണുമ്പോൾ ഡേവിന് ശരിക്കും അത്ഭുതമായി. ഈ മാക്ക് ജോലിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവന്റെ ബഡ്ഡിയായിരുന്നു ഈ ഡേവ്. എന്നാൽ നമ്മൾ കഴിഞ്ഞ സിനിമയിൽ കണ്ടതാണ്, അവന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് അവൻ ആ ജോലി അവസാനിപ്പിച്ചത്. പക്ഷെ അവൻ അങ്ങോട്ട് റിസൈൻ ചെയ്യായിരുന്നില്ല. ഒരു ബോംബ് ബ്ലാസ്റ്റിൽ അവൻ മരിച്ചു എന്ന് വരുത്തി തീർത്തിട്ടാണ് അവൻ ആ ജോലിയിൽ നിന്ന് ഒഴിവായത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന കാര്യം സൂസൻ അല്ലാതെ ആ ടീമിലുള്ള ആർക്കും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് മാക്കിനെ കണ്ടപ്പോൾ ഡേവിന് ഇത്ര അത്ഭുതം. അങ്ങനെ അവർ തമ്മിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഈ ഒരു സമയത്ത് ആ ലിഫ്റ്റിൽ കണ്ട കാര്യമാണ് മാക്ക് ഇപ്പൊ ഡേവിന്റെ അടുത്ത് പറയുന്നത്. അതായത് ആ ഹോട്ടലിലെ 16ാമത്തെ ഫ്ലോറിലായിരുന്നു സൂസന്റെ റൂം. എന്നാൽ ലിഫ്റ്റിൽ കയറിയപ്പോൾ ആ ഫ്ലോറിലെ ബട്ടൺ അവൾ അമർത്തിയിട്ടില്ല. എന്നാൽ ആ ബാക്ക് പാക്കേഴ്സ് ആണ് അത് അമർത്തിയത്. അതായത് സൂസൻ ആ ഫ്ലോറിലാണ് ഇറങ്ങുന്നത് എന്ന കാര്യം അവന്മാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്മാർ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് അങ്ങോട്ട് വന്നത്. ഇതൊരിക്കലും ഒരു മോഷണ ശ്രമമല്ല. നിങ്ങൾ അവന്മാരുടെ കാര്യം വല്ലതും അന്വേഷിച്ചായിരുന്നു എന്നൊക്കെയാണ് മാക്ക് ഡേവിന്റെ അടുത്ത് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ആ ബാക്ക് പാക്കേഴ്സിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചായിരുന്നു. പക്ഷെ അവരുടെ ശരീരത്തിന്റെ കഷ്ണങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അവരുടെ റൂമിൽ എന്തോ ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിച്ചതാണ് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് എന്നൊക്കെയാണ് ഡേവ് പറയുന്നത്. എന്നാൽ മാക്ക് അത് വിശ്വസിക്കുന്നില്ല. സൂസന്റെ മരണവും ആ ബാക്ക് പാക്കേഴ്സിന്റെ മരണവും എല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ് എന്നാണ് മാക്ക് പറയുന്നത്. ഇതുകൂടാതെ സൂസന്റെ പോസ്റ്റ്മോർട്ടത്തെ കുറിച്ചിട്ടും അവനൊരു കാര്യം പറയുന്നുണ്ട്. അതായത് അവൾക്ക് കുത്തേറ്റത് 3ാമത്തെ വാരിയലിന് താഴെയാണ്.
ഒരിക്കലും സാധാരണ ഒരു വ്യക്തിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളാണ് അവളെ കുത്തിയത് എന്നാണ് മാക്ക് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പുറകിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം, നീ തയ്യാറായിക്കോ, നിന്റെ കൂടെ ഞാനും ഉണ്ട് എന്നാണ് ഡേവ് പറയുന്നത്. അങ്ങനെ മാക്ക് തിരിച്ച് അവന്റെ ഫ്ളാറ്റിലെത്തി. ഈ സമയം അവന്റെ റൂമിൽ നിൽക്കുമ്പോഴാണ് ഒരു കാര്യം കാണുന്നത്. മൈൽസ് അവിടെ ആ പെയിന്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് രണ്ട് പിള്ളേര് വന്നിട്ട് അവനെ വിളിച്ചോണ്ട് പോകുന്നത്. അവനെ വിളിച്ചോണ്ട് പോയ ആ പിള്ളേരെന്ന് പറയുന്നത് ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. ആ കാര്യം മാക്കിന് അറിയാം. അതുകൊണ്ട് തന്നെ അവന്മാര് മൈൽസിനെ വിളിച്ചോണ്ട് പോകുന്നൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവൻ. അങ്ങനെ അവര് പോയി കഴിഞ്ഞതിന് ശേഷം മാക്ക് വീണ്ടും സൂസന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല കുറെ മുന്നേ നടന്ന ആ കാൾബർട്ടിന്റെയും ഫാമിലിയുടെയും മരണത്തിന്റെ ഡീറ്റെയിൽസും അവൻ ചെക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ കൂട്ടി വായിച്ച് നോക്കുമ്പോൾ അവനിങ്ങനെ ഓരോരോ സംശയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ ഉടനെ തന്നെ ഡേവിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന കാര്യം നീ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. കാൾബർട്ട് മരിച്ച സമയത്ത് അവന്റെ വലത്തെ കൈയിലാണ് തോക്കുണ്ടായിരുന്നത്. എന്നാൽ അയാളുടെ ഭാര്യയെ വെടിവെച്ചത് ഒരു ഇടംകൈയ്യനാണ്. ഇതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ആ മുറിയിൽ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു. അതാരാണെന്ന കാര്യം സൂസൻ കണ്ടുപിടിക്കും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവന്മാര് സൂസനെയും കൊന്നു കളഞ്ഞത് എന്നൊക്കെയാണ് മാക്ക് പറയുന്നത്. അതെല്ലാം കേട്ട് സംശയത്തോടെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഡേവ്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം മാക്ക് പുറത്ത് എവിടെയോ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവൻ ആ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന ചുമരിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ നേരത്തെ പോയിട്ടുള്ള മൈൽസ് ആണെങ്കിൽ ഇതുവരെയായിട്ട് തിരിച്ചു വന്നിട്ടില്ല. മൈൽസിന്റെ കാര്യം ഓർത്തിട്ട് മാക്കിനാണെങ്കിൽ ഇപ്പൊ മര്യാദയ്ക്ക് ജോലി ചെയ്യാനും സാധിക്കുന്നില്ല. അവൻ ഇടയ്ക്കിടയ്ക്ക് ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നുണ്ട് മൈൽസ് വന്നോ എന്നറിയാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇപ്പോഴും മൈൽസ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു തോക്കും എടുത്തിട്ട് അവൻ മൈൽസിനെ അന്വേഷിച്ചിറങ്ങാണ്. ഒരു ഫ്ളാറ്റിലേക്കാണ് അവൻ പോകുന്നത്. ഇവിടെയാണ് ആ പിള്ളേരുടെ താവളം. ഇതേ സമയം തന്നെ മൈൽസിനെ കൂട്ടിക്കൊണ്ടുപോയ ആ പിള്ളേരൊക്കെ മൈൽസിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവന്റെ കയ്യിൽ അവരൊരു തോക്ക് കൊടുത്തിട്ടുണ്ട്. നീ ഉടനെ തന്നെ നിന്റെ ചേട്ടനെ കൊന്നവരെ കൊന്നു കളയണം. അവനെ കൊന്നാൽ നിന്റെ ഫാമിലിക്ക് സമാധാനം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ ഈ പണി തീർക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. മൈൽസിന്റെ ചേട്ടനെ കൊന്നവര് ഇവന്മാരുടെയും ശത്രുക്കളാണ്. നൈസായിട്ട് എങ്ങനെയെങ്കിലും അവരൊന്ന് ഒഴിവാക്കാനാണ് ഇവന്മാരിപ്പോ മൈൽസിനെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. മൈൽസ് ആണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. ഈ സമയത്താണ് മാക്ക് ആ ഫ്ളാറ്റിലേക്ക് കയറുന്നത്. അവനെ തടയാൻ വേണ്ടി അവിടുത്തെ ആൾക്കാരൊക്കെ അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ മാക്ക് അവന്മാരെല്ലാം അടിച്ചിട്ടാണ്. അങ്ങനെ എല്ലാത്തിന്റെയും പണി തീർത്തിട്ട് മാക്ക് നേരെ പോകുന്നത് മൈൽസ് ഇരിക്കുന്ന റൂമിലേക്കാണ്. അതിനുശേഷം ബാക്കിയുള്ളവന്മാരുടെ നേർക്ക് തോക്കും ചൂണ്ടിയിട്ട് മൈൽസിനെയും വിളിച്ച് പുറത്തേക്ക് ഇറങ്ങാണ്. എന്നാൽ മാക്ക് ആണെങ്കിൽ ബലമായിട്ടാണ് അവനെ പിടിച്ചുകൊണ്ട് വന്നത്. അതുകൊണ്ട് തന്നെ ലിഫ്റ്റ് ഇറങ്ങി താഴേക്ക് എത്തി കഴിയുമ്പോൾ അവന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. അവനങ്ങനെ ദേഷ്യം കാണിക്കുന്ന കാണുമ്പോൾ, നീ എവിടെയാണ് ഇപ്പൊ നിൽക്കുന്നത് എന്നതിനെ കുറിച്ച് നിനക്ക് വല്ല ധാരണയുണ്ടോ? ഇവന്മാരെ പോലെയാണോ നിനക്കോ ആവേണ്ടത്? ഞാൻ വിചാരിച്ചു നിനക്ക് ചിത്രകാരനാവാനാണ് താല്പര്യമെന്ന്. അങ്ങനെയല്ല നീ എന്നോട് പറഞ്ഞത് എന്നൊക്കെയാണ് മാക്ക് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ചിത്രകാരനാവാനോ? അതെന്റെ ഒരു ഹോബിയാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ചിത്രം വരച്ചുകൊണ്ട് എത്ര പൈസ കിട്ടാനാണ്? ആ പൈസ വെച്ചിട്ട് എനിക്ക് എന്റെ അമ്മയ്ക്ക് ഭക്ഷണം പോലും മേടിച്ചു കൊടുക്കാൻ തികയത്തില്ല. പിന്നെ എന്തുമാത്രം ചെലവുകളുണ്ട്. ഇതിനൊക്കെ ഇല്ലീഗലായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ ഇവന്മാരുടെ കൂടെ കൂടിയത് എന്നാണ് മൈൽസ് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ, ഓ അപ്പൊ നിനക്കൊരു കൊലപാതകയാവണമല്ലേ? അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ഈ തോക്ക് പിടിക്ക്, എന്നിട്ട് എന്നെ തന്നെ ആദ്യം കൊല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ മൈൽസിനെ നിർബന്ധിക്കാൻ തുടങ്ങി. എന്നാൽ മൈൽസ് ആണെങ്കിൽ ആ തോക്ക് വാങ്ങാൻ കൂട്ടാക്കുന്നില്ല. അത് കാണുന്ന മാക്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ തോക്ക് മേടിച്ചിട്ട് അവന്റെ മുഖത്തേക്ക് ചൂണ്ടാണ്. നിനക്ക് ഇപ്പൊ ഞാനൊരു അവസരം തരുന്നു. നിനക്ക് നല്ല രീതിയിലുള്ള കഴിവുകളുണ്ട്. അതൊക്കെ വെച്ചിട്ട് നീ മര്യാദക്ക് ജീവിക്കാൻ നോക്ക്. നിന്റെ കഴിവുകളിൽ നിന്ന് കിട്ടുന്ന പൈസ വെച്ചിട്ട് നീ നിന്റെ അമ്മയെ നോക്കിയാൽ മതി. ഞാൻ ഇതൊന്നും വെറുതെ പറയുന്നതല്ല. ഇനി എങ്ങാനും നീ ഇതുപോലത്തെ പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഞാനായിരിക്കും നിന്നെ കൊല്ലാൻ പോകുന്നത് എന്നൊക്കെയാണ് മാക്ക് പറയുന്നത്. അതെല്ലാം കേട്ട് അവനാണെങ്കിൽ ഒന്നും പറയുന്നില്ല. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ മൈൽസിനാണെങ്കിൽ പെട്ടെന്നൊരു മാനസാന്തരം ഉണ്ടാവുകയാണ്. അയാൾ എന്തോ അവന് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവത്തിന് ശേഷം മൈൽസ് എപ്പോഴും അയാളുടെ കൂടെ കൂട്ടുകൂടാനാണ് ശ്രമിക്കുന്നത്. ഇപ്പൊ ഇന്നത്തെ ദിവസം മൈൽസ് മാക്കിനെ കാണാൻ വേണ്ടി അയാളുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവരിങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ ചുമരിലെ പെയിന്റ് ഒക്കെ മങ്ങിയിരിക്കുന്ന കാണുന്നത്. ഞാനിത് പെയിന്റ് അടിച്ചോട്ടെ എന്നാണ് അവൻ മാക്കിന്റെ അടുത്ത് ചോദിക്കുന്നത്. അത് കേൾക്കുന്ന മാക്ക് ആണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. എന്നാൽ പിന്നെ ഒരു ദിവസം വന്നിട്ട് ഞാൻ പെയിന്റ് അടിക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം മാക്കിന്റെ ടാക്സിയിലേക്ക് ഒരാൾ കയറിയിട്ടുണ്ട്. മാക്ക് അയാളെയും കൊണ്ട് സിറ്റിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ കാറിൽ ആര് കയറിയാലും മാക്ക് അവരെയൊക്കെ ശരിക്കും ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പൊ മാക്കിന്റെ കാറിലിരിക്കുന്ന ആളെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ എന്തോ ഒരു ഉടായ്പായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന കാര്യം മാക്കിന് മനസ്സിലായി. മാക്കിന്റെ ആ ഊഹം തെറ്റിയില്ല. മാക്കിനെ കൊല്ലാനാണ് അയാൾ വന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ അയാൾ കുത്താൻ വേണ്ടി കത്തിയെടുക്കുമ്പോൾ മാക്കാണെങ്കിൽ അയാളുടെ വണ്ടി ഇങ്ങനെ വെട്ടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അയാൾക്ക് മാക്കിനെ കുത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ കാറിൽ വെച്ചിട്ടുള്ള ഒരു ഫൈറ്റ് ആണ് ഇനി കാണിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവന്റെ പണി തീർത്തിട്ട് മാക്ക് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ സമയം രാത്രിയായപ്പോൾ മാക്ക് അവന്റെ ബോഡി എടുത്തിട്ട് അവിടെയുള്ള കായലിലേക്ക് ഇടുകയാണ്. അതിനുശേഷം അവന്റെ ആ ടാക്സിക്കാർ കത്തിച്ച് കളയുകയും ചെയ്യുന്നു. അയാൾ അവിടെ ഉപേക്ഷിക്കുന്നതിന് മുമ്പ് അയാളുടെ മൊബൈൽ മാക്ക് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും അവൻ ആരാണ് പറഞ്ഞു വെച്ചത് എന്ന കാര്യം മാക്കിന് മനസ്സിലായി. ആ കാര്യം അറിയിക്കാൻ വേണ്ടി അവൻ ഉടനെ തന്നെ ഡേവിനെ കാണാൻ പോവാണ്.
ഡേവിന്റെ വീട്ടിലേക്കാണ് അവൻ ചെന്നിരിക്കുന്നത്. ഡേവിന് ഭാര്യയും 2 മക്കളും ഉണ്ട്. അവർ പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് മാക്ക് അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അങ്ങനെ ഭാര്യയും മക്കളും പോയതിനു ശേഷം മാക്ക് ഡേവിനോട് മാത്രമായിട്ട് സംസാരിക്കുകയാണ്. ഇന്നലെ എന്നെ ഒരുത്തം കൊല്ലാൻ വന്നു, അവന്റെ ഫോണാണിത്. ഇതിൽ നിന്നും എന്നെ കൊല്ലാൻ വേണ്ടി ഇവൻ ഏർപ്പാടാക്കിയ ആളുടെ നമ്പർ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മാക്ക് ആ നമ്പറിൽ ഡയൽ ചെയ്യാണ്. ഈ സമയം അവിടെ തന്നെയാണ് ഫോൺ റിങ് ചെയ്യുന്നത്. അതായത് മാക്കിനെ കൊല്ലാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ഡേവ് ആണ്. മാക്കിനെ മാത്രമല്ല സൂസനെയും ആ കാൾബർട്ടിനെയും കൊന്നു കളഞ്ഞത് ഈ ഡേവും ടീമുമാണ്. അപ്പൊ ഡേവിനൊരു കാര്യം മനസ്സിലായി, മാക്ക് എല്ലാം അറിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം അയാളിൽ നിന്നൊന്നും ഒളിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ഒരു പണി ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഡേവ് മാക്കിന്റെ അടുത്ത് പറയാണ്. കുറെ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഏജൻസി പിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഞാനൊരു ടീമിനെ ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. എന്റെ ഈ ടീമിലുള്ളത് നമ്മുടെ കൂടെ മുന്നേ ജോലി ചെയ്തിരുന്നവർ തന്നെയാണ്. നമ്മൾ പണ്ട് ഈ രാജ്യത്തിന്റെ ശത്രുക്കളെയൊക്കെ കൊല്ലാറില്ലേ, ആ പണി തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത്. പക്ഷെ രാജ്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നമ്മുടെ പേര് മാത്രം പത്രത്തിൽ വരും. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ എനിക്ക് ഒരുപാട് കാശും കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഈ പണി ഞാൻ ഏറ്റെടുത്തത് എന്നാണ് ഡേവ് പറയുന്നത്. അപ്പൊ സൂസന്റെ കാര്യമോ, അവളെ നീ എന്തിനാണ് കൊന്നു കളഞ്ഞത്? മാക്ക് ചോദിക്കുന്നു. അതിന് ഉത്തരം നീ തന്നെ കണ്ടുപിടിച്ചതല്ലേ, ആ കാൾബർട്ടിന്റെ കൊലയാളികൾ ഞങ്ങളാണ് എന്ന കാര്യം അവൾ മനസ്സിലാക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെയാണ് സൂസനെ കൊന്നത് എന്നാണ് ഡേവ് പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം ഡേവ് മാക്കിനെ വിളിച്ചോണ്ട് പോകുന്നത് അവന്റെ കൂട്ടാളികളുടെ അടുത്തേക്കാണ്. ഇവരെല്ലാവരും ഈ മാക്കിന്റെ കൂടെ മുന്നേ വർക്ക് ചെയ്തിരുന്നവരാണ്. അവരെ കണ്ട ഉടനെ തന്നെ മാക്ക് അവരുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, നിങ്ങളിപ്പോൾ ആരാണോ, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. കാരണം ഈ ലോകം മുഴുവൻ നിങ്ങളെപ്പോലെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. സാധാരണ ആരെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരുത്താൻ ഞാൻ അവർക്കൊരു അവസരം കൊടുക്കാറുണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ ഞാൻ ഒരു അവസരം നിങ്ങൾക്ക് തരുന്നില്ല. കാരണം നിങ്ങൾ കൊന്നു കളഞ്ഞത് എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിനെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, നിങ്ങൾ ഓരോരുത്തരായിട്ട് ഞാൻ കൊല്ലാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് മാക്ക് അവിടെ നിന്ന് പോവാണ്. അതെല്ലാം കേട്ട് ഡേവ് ആണെങ്കിൽ ശരിക്കും ദേഷ്യത്തിലാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഡേവിന്റെ ആൾക്കാരൊക്കെ ഇപ്പോൾ സൂസന്റെ ഭർത്താവായ ബ്രയാനെ കൊല്ലാൻ വേണ്ടി അയാളുടെ വീട്ടിലേക്ക് പോവാണ്. ആ വീട്ടിലേക്ക് ആരും വരുന്നുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ തന്നെ ബ്രയാൻ വേഗം അവിടെ നിന്ന് ഒരു തോക്കെടുക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു സംഭവം നടക്കും എന്ന കാര്യം മാക്ക് മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാക്കും ആ വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവന്മാര് പിടിക്കുമ്പോഴേക്കും മാക്ക് ബ്രയാനെയും കൊണ്ട് അവിടെ നിന്ന് സ്കൂട്ടാവാണ്. അതിനുശേഷം മാക്ക് ബ്രയാനെയും കൊണ്ട് പോകുന്നത് വളരെ സീക്രട്ട് ആയിട്ട് ഒരു ഹോട്ടൽ റൂമിലേക്കാണ്. ഈ സമയം ബ്രയാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല അവന്മാരെന്തിനാണ് എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത്? അത് മറ്റൊന്നുമല്ല ബ്രയാൻ, നിങ്ങളാണ് അവസാനത്തെ കണ്ണി. അതുകൊണ്ട് നിങ്ങളെ കൊന്നിട്ട് അവന്മാർ അടങ്ങത്തുള്ളൂ എന്നാണ് മാക്ക് പറയുന്നത്. ഇതേ സമയം തന്നെ മൈൽസ് ആണെങ്കിൽ ആ പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് മാക്കിന്റെ വീട്ടിനകത്ത് കയറിയിട്ടുണ്ട്. അവൻ ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഡേവും കൂട്ടരും മാക്കിന്റെ വീട്ടിലേക്ക് വരുന്നത്. ഈ സമയം മാക്ക് അവന്റെ ടാക്സി ഓടിച്ചിട്ട് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് മൈൽസ് അവനെ വിളിക്കുന്നത്. എന്നോട് ക്ഷമിക്കണം, ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാണ്. ഞാനിപ്പോൾ ഫ്രീ ആയതുകൊണ്ട് പെയിന്റ് അടിക്കാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിനകത്ത് കയറിയിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് വിശക്കുന്നു, ഇവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്നൊക്കെയാണ് മൈൽസ് ചോദിക്കുന്നത്. അവർ ആ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തു നിന്നും പട്ടികൾ വരയ്ക്കുന്നത്. ഈ ശബ്ദം മാക്കും കേൾക്കുന്നുണ്ട്. അതെന്താ മൈൽസ്, പുറത്ത് പട്ടികൾ വല്ലാണ്ട് കുരയ്ക്കുന്നുണ്ടല്ലോ എന്നൊക്കെയാണ് മാക്ക് ചോദിക്കുന്നത്. ഈ സമയം പുറത്ത് ചെക്ക് ചെയ്തതിനു ശേഷം മൈൽസ് അയാളുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ആരോ ഈ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നാണ് മൈൽസ് പറയുന്നത്. ഈ സമയം ഡേവും കൂട്ടരും തോക്കൊക്കെ പിടിച്ചിട്ടാണ് ആ ഫ്ലാറ്റിന്റെ അകത്തേക്ക് കയറി വരുന്നത്. അത് കാണുന്ന മൈൽസിനാണെങ്കിൽ ശരിക്കും ടെൻഷൻ ആവാൻ തുടങ്ങി. ഈ സമയം മാക്ക് ആണെങ്കിൽ ആ വീടിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാമറ വഴി കാണുന്നുണ്ട്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ മൈൽസ്, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. എന്റെ ബെഡ്റൂമിന്റെ അകത്ത് ഒരു ഷെൽഫ് വെച്ചിട്ടുണ്ട്. ആ ഷെൽഫിന്റെ നടുവിലത്തെ ബുക്ക് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അവിടെ ഒരു ബട്ടൺ കാണാൻ സാധിക്കും. നീ അത് പ്രസ് ചെയ്യണം. അപ്പൊ ആ ഷെൽഫ് ഒരു വാതിൽ പോലെ തുറന്നു വരും. എന്നിട്ട് നീ അതിനകത്തേക്ക് കയറി ഒളിച്ചോ എന്നൊക്കെയാണ് മാക്ക് പറയുന്നത്. അവനാണെങ്കിൽ ഉടനെ തന്നെ ആ ബട്ടൺ പ്രസ് ചെയ്യാണ്. അങ്ങനെ അവൻ വേഗം തന്നെ ആ സീക്രട്ട് ആയിട്ടുള്ള റൂമിനകത്തേക്ക് കയറി ഒളിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ഡേവും കൂട്ടരും ആ റൂമിനകത്തേക്ക് എത്തിയിട്ടുണ്ട്. അവൻ അവിടെ മൊത്തം പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെ ഡേവ് നേരെ വന്നിട്ട് അവിടെയുള്ള ആ ബുക്കുകൾ വെച്ച അലമാരയാണ് തുറക്കുന്നത്. അതിനുശേഷം അതിനകത്ത് മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഈ സമയം മൈൽസിനാണെങ്കിൽ പുറത്ത് നിൽക്കുന്ന ഒരുത്തനെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവന് ശരിക്കും പേടിയാവാൻ തുടങ്ങി. അയാൾ ഇപ്പൊ തന്നെ കാണില്ലേ എന്നാണ് അവൻ മാക്കിനെ വിളിച്ച് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ, ഇല്ല മൈൽസ്, നീ പേടിക്കണ്ട, അതൊരു 2-വേ മിറർ ആണ്. അകത്തിരിക്കുന്ന ആൾക്ക് മാത്രമേ പുറത്തേക്ക് കാണാൻ സാധിക്കത്തുള്ളൂ, എന്നാൽ പുറത്ത് നിൽക്കുന്ന ആൾക്ക് അകത്തേക്ക് കാണാൻ പറ്റത്തില്ല എന്നാണ് മാക്ക് പറയുന്നത്. അത് കേൾക്കുമ്പോഴാണ് മൈൽസിനൊന്ന് ആശ്വാസമാകുന്നത്. അങ്ങനെ ആ ഷെൽഫ് പരിശോധിച്ചിട്ട് അവിടെ നിന്നൊന്നും കിട്ടാത്തതുകൊണ്ട് ഡേവ് ഇപ്പം അവിടെ വെച്ചിരിക്കുന്ന കണ്ണാടിയാണ് പരിശോധിക്കുന്നത്. ആ കണ്ണാടിയുടെ അപ്പുറത്താണ് മൈൽസ് ഇരിക്കുന്നത്. ഈ സമയം എന്തോ ഒരു സംശയത്തിൽ ഡേവ് ആ കണ്ണാടി തകർക്കാൻ വേണ്ടി അവന്റെ തോക്കെടുക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും മാക്ക് അവനെ ഫോണിൽ വിളിക്കുന്നു. നീ എന്നെ അന്വേഷിച്ചല്ലേ വീട്ടിലേക്ക് വന്നത്? നീ അവിടെ ചെയ്യുന്നൊക്കെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാനിപ്പോ വീട്ടിലില്ല. എന്നെ കാണണമെന്നുണ്ടെങ്കിൽ നീ എന്റെ യഥാർത്ഥ വീട്ടിലേക്ക് പോരെ എന്ന് പറഞ്ഞിട്ട് മാക്ക് ഫോൺ കട്ട് ചെയ്യാണ്. ഈ സമയം ഡേവും ടീമും വേഗം തന്നെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ അവന്മാർ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ മൈൽസ് ആ സീക്രട്ട് റൂമിൽ നിന്ന് വെളിയിലേക്ക് വരികയാണ്. അവിടെയൊക്കെ സെർച്ച് ചെയ്തിട്ട് അവിടെ ആരും ഇല്ലാന്ന് ഉറപ്പാക്കിയതിനു ശേഷം അവൻ പതുക്കെ ആ ഫ്ലാറ്റിന്റെ വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. എന്നാൽ ഡേവും കൂട്ടരും അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. അവർ ഉടനെ തന്നെ മൈൽസിനെ പിടിക്കുകയാണ്. ഇതേ സമയം തന്നെ മാക്ക് നേരെ പോയിരിക്കുന്നത് അവനും അവന്റെ ഭാര്യയും താമസിച്ച വീട്ടിലേക്കാണ്. ഇവിടെ അവർക്കൊരു ബേക്കറി ഒക്കെ ഉണ്ട്. എന്നാൽ അവിടെ ഇപ്പോൾ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നല്ല രീതിയിലുള്ള കൊടുങ്കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഏരിയയിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളെ പോലീസുകാർ ഒഴിപ്പിച്ചിരിക്കുകയാണ്.
അവിടേക്കാണ് മാക്ക് ചെല്ലുന്നത്. അവൻ മാത്രമേ ഇപ്പൊ ആ ഏരിയയിലുള്ളൂ. അവരുടെ വീടിരിക്കുന്നത് കടലിന്റെ തൊട്ടടുത്താണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇടിച്ച് കയറുന്നുണ്ട്. ഈ സ്ഥലം ഡേവിനും അറിയാം. അതുകൊണ്ട് തന്നെ ഡേവും കൂട്ടരും ഉടനെ തന്നെ ആ സ്ഥലത്തേക്ക് പോവാണ്. അവർ 4 പേരാണ് ഇപ്പൊ അങ്ങോട്ട് വന്നിരിക്കുന്നത്. വണ്ടി നിർത്തിയതിനു ശേഷം അവർ ആ ഏരിയ മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഈ സമയം അവിടെ വലിയൊരു ടവർ കാണുന്നുണ്ട്. ഞാൻ അതിന്റെ മുകളിലേക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് ഡേവ് വേഗം ആ ടവറിന്റെ മുകളിലേക്ക് കയറാണ്. അങ്ങനെ അവൻ ആ ടവറിന്റെ ഏറ്റവും മുകളിൽ കയറിയിട്ട് അവന്റെ സ്നൈപ്പർ ഗൺ ഉപയോഗിച്ച് മാക്കിനെ അവിടേക്ക് സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് ആ കൂട്ടത്തിൽ ഒരുത്തൻ മാക്ക് അവിടെ നിന്ന് ഓടിപ്പോകുന്നതാണെന്ന്. അത് കാണുന്ന അവനാണെങ്കിൽ വേഗം തന്നെ മാക്കിന്റെ പുറകെ പോവാണ്. ഒരു വീടിന്റെ അകത്തേക്കാണ് അവൻ കയറി ചെല്ലുന്നത്. അങ്ങനെ അതിനകത്ത് അയാൾ മാക്കിനെ ഇപ്പൊ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവിടെ വെച്ചിരിക്കുന്ന ഒരു തയ്യൽ മെഷീൻ ഓണാവുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവൻ ആ മെഷീന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് മാക്ക് അങ്ങോട്ട് വന്നിട്ട് അവന് നേരെ ഒരു ആരോ ഷൂട്ട് ചെയ്യുന്നത്. അത് അവന്റെ മുഖത്താണ് തുളച്ചു കയറുന്നത്. അതോടൊപ്പം തന്നെ അവന്റെ പണി തീരുകയും ചെയ്യുന്നു. ആ ശബ്ദം കേൾക്കുമ്പോൾ വേറൊരുത്തൻ അവിടേക്ക് വരാൻ തുടങ്ങി. അവൻ നോക്കുമ്പോൾ അയാൾ അവിടെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ താഴെയുള്ള 2 പേരിപ്പോ മാക്കിനെ അന്വേഷിച്ചിട്ട് ആ വീടിന് ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുകയാണ്. ഈ സമയം ഒരാൾ നോക്കുമ്പോൾ അവിടെയുള്ളൊരു വീടിന്റെ ചുമരിലായിട്ട് സൂസന്റെ കുറെ ഫോട്ടോ കൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ അവൻ ഒരു ഫോട്ടോയിൽ കൈവയ്ക്കുമ്പോഴാണ് പെട്ടെന്ന് മാക്ക് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ സെക്കൻഡുകൾ കൊണ്ട് മാക്ക് അവന്റെ പണിയും തീർത്തു. ഇനിയിപ്പോ താഴെയുള്ളത് ഒരാൾ മാത്രമാണ്. തന്റെ കൂടെ ഉണ്ടായിരുന്നവൻ മരിച്ചു കാണുമ്പോൾ അവൻ വേഗം തന്നെ മാക്കിന്റെ പുറകെ നടക്കാൻ തുടങ്ങി. ഈ സമയം മാക്ക് നേരെ പോകുന്നത് അവന്റെ ബേക്കറിയിലേക്കാണ്. ഇതെല്ലാം മറ്റവനും കാണുന്നുണ്ട്. അങ്ങനെ ബേക്കറിയുടെ ഉള്ളിലേക്ക് കയറി ഉടനെ തന്നെ അവിടെ വെച്ചിരിക്കുന്ന മൈദയുടെ പാക്കറ്റൊക്കെ പൊട്ടിച്ചിട്ട് ആ മൈദ മൊത്തം താഴേക്കിടാൻ തുടങ്ങി. അതിനുശേഷം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ഫാൻ അവൻ ഓണാക്കുന്നുണ്ട്. ഫാൻ ഓണാക്കുന്നതോടൊപ്പം തന്നെ ആ മൈദ ഇങ്ങനെ മൊത്തം വായുവിൽ ഇങ്ങനെ പറക്കുകയാണ്. മാത്രമല്ല അവൻ അതിലൊരു കെമിക്കൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്താണ് അയാൾ ആ ബേക്കറിക്കുള്ളിലേക്ക് വരുന്നത്. അവൻ അകത്തേക്ക് കയറിയ ഉടനെ മാക്കാണെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങാണ്. ഈ സമയം അകത്തേക്ക് കയറിയവൻ ഒരു ഗ്രനേഡ് എടുത്ത് അതിന്റെ അകത്തേക്ക് ഇടുന്നു. അതോടൊപ്പം തന്നെ വലിയൊരു പൊട്ടിത്തെറിയാണ് നടക്കുന്നത്. എന്നാൽ ആ മൈദ മാവിന്റെ കൂടെ ആ കെമിക്കലും കലർന്നുകൊണ്ട് അതിന്റെ അകത്തേക്ക് കയറിയവന്റെ വയറ് മൊത്തത്തിൽ അങ്ങോട്ട് കത്തിപ്പോവാണ്. അങ്ങനെ അവൻ മരിക്കുകയും ചെയ്തു. ഇനിയിപ്പം ബാക്കിയുള്ളത് ഡേവ് മാത്രമാണ്. അവൻ ഇപ്പോഴും ആ ടവറിന്റെ മുകളിൽ തന്നെയാണുള്ളത്. ഈ സമയം ഡേവ് ആണെങ്കിൽ മാക്കിന്റെ അടുത്തൊരു കാര്യം പറയാൻ തുടങ്ങി. മര്യാദയ്ക്ക് നീ എന്റെ മുന്നിലേക്ക് വന്നോ, ഇല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് വേറൊരു പണിയാണ് ഞാൻ തരാൻ പോകുന്നത്. ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ അവിടെ നിന്നൊരു പയ്യനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവൻ നിന്റെ ആരാണെന്നൊന്നും എനിക്കറിയത്തില്ല. അവനിപ്പോ എന്റെ കാറിന്റെ ഡിക്കിയിൽ കിടക്കുന്നുണ്ട്. നീ ഇപ്പൊ എന്റെ മുന്നിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവനിപ്പോ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവൻ ആ കാറിന്റെ അടുത്തേക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ആദ്യം ഒരു വാണിംഗ് പോലെ അവൻ ആ കാറിന്റെ ബാക്കത്തെ ലൈറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അടുത്തതായിട്ട് ആ കാറിന്റെ സൈഡ് മിററാണ് അവൻ പൊട്ടിക്കുന്നത്. ഇനി നീ പുറത്തേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഡിക്കിയിലേക്കായിരിക്കും ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഡേവ് പറയുന്നത്. എന്നാൽ മാക്ക് ആണെങ്കിൽ അവൻ എന്തൊക്കെ പറഞ്ഞിട്ടും പുറത്തേക്ക് വരുന്നില്ല. ഈ സമയം അവൻ ഡിക്കിക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് മാക്ക് ആ കാറിന്റെ ടയറിന് നേരെ ഷൂട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഡിക്കി ഒന്ന് ഇരുന്നു പോവാണ്. അതുകൊണ്ട് തന്നെ ഡേവിന്റെ ഉന്നം തെറ്റുകയും ചെയ്യുന്നു. ഈ സമയം അതിനകത്ത് കിടക്കുന്ന മൈൽസിന്റെ കാലിന് വെടികൊണ്ടിട്ടുണ്ട്. അങ്ങനെ ഡേവ് പിന്നെയും അവന്റെ തോക്ക് വെച്ചിട്ട് മാക്കിനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ ഒന്നും മാക്കിനെ കാണുന്നില്ല. എന്നാൽ ഈ ഒരു സമയമാകുമ്പോഴേക്കും അവൻ അറിയാതെ മാക്ക് ആ ടവറിന്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ ഉടനെ തന്നെ മാക്ക് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് തന്നെ ഡേവിനെ കൊന്നിട്ട് മാക്ക് അവൻ ആ ടവറിന്റെ മുകളിൽ നിന്ന് കടലിലേക്ക് എറിയാണ്. അങ്ങനെ സൂസനെ കൊന്ന 4 പേരെയും ഡേവ് ഇപ്പൊ കൊന്നു കളഞ്ഞു. ആ പരിപാടിയൊക്കെ തീർത്തിട്ട് മാക്ക് മൈൽസിനെയും കൂട്ടി അവന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. മൈൽസിന്റെ കാലിൽ വെടി കൊണ്ടിട്ടുണ്ടല്ലോ. മാക്ക് ഇപ്പോ അതൊക്കെ ഒരു തുണി വെച്ച് കെട്ടിക്കൊടുക്കുകയാണ്. അതിനുശേഷം കുറെ നേരം അവർ കടലിൽ നോക്കി ആ വീട്ടിലിരിക്കുന്നുണ്ട്. ഈ സമയം മൈൽസ് ആണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ മാക്ക് അതിന് മറുപടി ഒന്നും പറയുന്നില്ല. അവനിങ്ങനെ തന്റെ ഭാര്യയെ ആലോചിച്ചിട്ട് ആ കടലിൽ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ മൈൽസ് തിരിച്ചവന്റെ നാട്ടിലേക്ക് എത്തി. പിറ്റേ ദിവസം സ്കൂളിൽ പോകുമ്പോഴാണ് മൈൽസ് അവന്റെ ബുക്ക് എടുത്തൊരു ചിത്രം വരയ്ക്കുന്നത്. ഇതെല്ലാം അവന്റെ പുറകിലിരിക്കുന്ന ഒരു പെണ്ണ് കാണുന്നുണ്ട്. നീ എന്ത് ചിത്രമാണ് ഈ വരയ്ക്കുന്നത് എന്നാണ് ആ പെണ്ണ് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഞാനൊരു സൂപ്പർ ഹീറോ ക്യാരക്ടറിനെ ഉണ്ടാക്കുകയാണ് എന്നാണ് അവൻ പറയുന്നത്. നിന്റെ സൂപ്പർ ഹീറോയ്ക്ക് എന്ത് ശക്തിയാണുള്ളത് അവൾ വീണ്ടും ചോദിക്കുന്നു. ശക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ മനസ്സ് കാണുന്നത് അവൻ മുൻകൂട്ടി അറിയും. പിന്നെ അവന് ഒരുപാട് രഹസ്യ മുറികളുണ്ട്. പിന്നെ മാജിക് ലോക്കുകളും ഉണ്ട്. ഇങ്ങനത്തെ സംവിധാനങ്ങളൊക്കെയാണ് അവനുള്ളത് എന്നാണ് മൈൽസ് പറയുന്നത്. ഇതേ സമയം തന്നെ ഫാത്തിമയാണെങ്കിൽ അവളുടെ വീട്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ നോക്കുമ്പോൾ ആ ഫ്ളാറ്റിന്റെ ചുമരിൽ ഒരു കിടിലൻ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. അത് ആ മൈൽസിന്റെ പണിയായിരുന്നു. മാത്രമല്ല നശിച്ചുപോയ അവളുടെ കൃഷി മൊത്തം അവൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം കാണുമ്പോൾ ഫാത്തിമയ്ക്ക് ശരിക്കും സന്തോഷമായി. ഈ സമയം സാമിനും മാക്ക് ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആ പെയിന്റിംഗ് ആയിരുന്നില്ല, മറിച്ച് അയാൾ മരിച്ചുപോയി എന്ന് വിചാരിച്ച അയാളുടെ സിസ്റ്റർ തന്നെയായിരുന്നു അത്. സൂസനാണ് ഈ കാര്യം കണ്ടുപിടിച്ചത്. അങ്ങനെ സിസ്റ്ററെ കണ്ട് സാം ആണെങ്കിൽ വളരെ സന്തോഷത്തോടെ അവളെ പോയി കെട്ടിപ്പിടിക്കുകയാണ്. ഇതേ സമയം തന്നെ മാക്ക് ആണെങ്കിൽ അവന്റെ ജോലികളെല്ലാം ചെയ്തു തീർത്തിട്ട് അവൻ ആ ഫ്ളാറ്റ് വിട്ടിപ്പോ അവന്റെ യഥാർത്ഥ വീട്ടിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കാര്യമായിരുന്നു സൂസൻ നേരത്തെ അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തന്റെ വീട്ടിൽ അവിടുത്തെ കടലിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് മാക്ക്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്.
അപ്പോൾ കിടിലനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.